എൻ്റെ ബിജുട്ടാ, ആ പീടികയിൽ ഒരു മസാല ചായയും അൽഫാമും ഉണ്ട്. വീട്ടിലും ടേസ്റ്റ് ആട്ടാ. ഏ ആ, നീ എപ്പ കഴിച്ചു നീ? അത് ഞാൻ കഴിച്ചില്ല, കഴിച്ച ആളെന്നോട് പറഞ്ഞാ. നീ പറയുമ്പോ തന്നെ വായിന്ന് വെള്ളം വരുന്നത്. വിട്ടാലോ? പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ കുറച്ച് ദൂരം പോയാണ്ട്. എടാ അതിനല്ലേ എന്റെ ബൈക്ക്, പൈസ മതിയാന്ന്. അതിനല്ലേ എന്റെ പേഴ്സ്. നീ ബാ മോനെ, പോവാല്ലേ? ഇന്ന് എനിക്ക് അൽഫാമും മയോണൈസും. അവിടെ ഒരു 600 രൂപ ആവൂലേ? നിങ്ങളല്ലേ പറഞ്ഞ പൈസ ഉണ്ടെന്ന്. നോക്കാം. വലിയ വരുന്നുണ്ടേ, അൽഫാമിൻ്റെ ഒന്നും പറയണ്ട. ആണ് കോറ വീട്ടെ തൊക്കിട്ട് കാലത്തൊന്നും പറയാനാവില്ല. ആ വലിയ മക്കളെ എവിടെയാ പോകുന്നത്? നമ്മൾ ചായ കുടിക്കാൻ പോന്നെയാ. ചായ കുടിക്കാനാ? എടാ വീട്ടിൽ പോയാ പോരെ, വലിയ വീട് പറഞ്ഞാ പോരെ. ആടെ പാലും ഉണ്ട്, നല്ല ചായ വെച്ച് തരൂലേ? ചായ മാത്രല്ല അൽഫാമും ഉണ്ട്. ഇത് അൽഫാം. അൽഫാം ആകുന്ന സാധനം അത് ഈ കോയിനൊക്കെ എടുത്തിട്ട് മസാല പറ്റിട്ട് കെട്ടി തൂക്കിയിട്ട് ചുട്ടെടുക്കുന്ന. മക്കളെ അതൊന്നും കഴിക്കരുത്, ക്യാൻസർ വരും. ക്യാൻസർ, മാരക രോഗങ്ങൾ ഓരോന്നും വരുത്താൻ ഓരോ പാണ്ടാരോ. അതൊന്നും കഴിക്കരുത് കേട്ടാ. അല്ല ബെല്ലിച്ചൻ എങ്ങോട്ട് വന്ന്? അന്ന് ഇന്നൊരു മാനച്ചോദ്യോ. എനിക്കറിയില്ലേ ബെല്ലച്ചന് എല്ലാ ദിവസവും ഓരോ കുപ്പി കള്ള് വേണമെന്നുള്ള കാര്യം. നീ വരുന്നാ? നമുക്ക് അൽഫാം നാളിയാക്കാം. അപ്പൊ ഇനിയും കിട്ടുമല്ലോടാ, ഇത് അതേപോലെ അല്ലല്ലോ. കള്ള് എന്ന് വെച്ചാൽ നല്ല കള്ളൻ. ഓ